അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള സ്മൂത്ത് സൂം എഫക്റ്റ് എങ്ങനെ ക്യാപ്കട്ടിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇതേ നമ്മുടെ ടൈം ലൈനിലേക്ക് ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്ലേ ഹെഡ് ഇതേ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ഈ റൈറ്റ് സൈഡിൽ ബേസിക്കിൽ വന്നിട്ട് ഇവിടെ ഈ ട്രാൻസ്ഫോമിൽ സ്കെയിലിന് ഒരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പ്ലേ ഹെഡ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും ഞാൻ ബേസിക്കിൽ വരുന്നു. ട്രാൻസ്ഫോമിൽ സ്കെയിലിൻ്റെ വാല്യൂ 130 കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ ഒരു സൂം ആനിമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് അനിമേഷൻ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു അനിമേഷൻ സ്മൂത്ത് അല്ല. സോ നമുക്ക് സ്മൂത്ത് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഷോ വേരിയബിൾ സ്പീഡ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു നമ്മുടെ സ്പീഡ് ഗ്രാഫ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഓട്ടോ കർവ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഗ്രാഫ് സ്മൂത്തായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ഞാൻ ഈ ഓട്ടോ കർവിൽ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കർവ് ഒരു സ്മൂത്ത് കർവായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അനിമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്താക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബ്ലൂ ലൈൻ കണ്ടില്ലേ, ഇത് നമുക്ക് ഹോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സൂം അനിമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാപ്കട്ടിൽ സ്മൂത്ത് സൂം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ക്യാപ്കട്ടിൽ എങ്ങനെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ നമ്മുടെ 2 ക്ലിപ്സ് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നമ്മളൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെയർ 1-ലായിട്ട് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് റിമൂവ് BG എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മൂന്നാമതായിട്ട് ക്രോമ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കളർ പിക്കർ എന്ന് പറയുന്ന ഒരു ടൂള് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്പർ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രീൻ സ്ക്രീനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഷാഡോസ്, അതുപോലെ തന്നെ ക്ലീനപ്പ് എഡ്ജ്, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ നമുക്കിവിടെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ക്യാപ്കട്ടിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ റിമൂവൽ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ക്യാപ്കട്ടിൽ എങ്ങനെ ടെക്സ്റ്റ് ഹൈലൈറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാനൊരു ഇമേജ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു ഇമേജ് ആൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു കോപ്പി എടുത്ത് മുകളിലത്തെ ലെയറിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ഇമേജസ് ആയിട്ടുണ്ട്. അതിനുശേഷം ടോപ്പിലുള്ള ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. വന്നതിന് ശേഷം ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് ബേസിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റിൽ ബേസിക്കിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ എക്സ്പോഷറിൻ്റെ വാല്യൂ ഞാൻ ഫുൾ അങ്ങ് കുറയ്ക്കുന്നു. -50 കൊടുത്തു. ഓക്കെ, കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പോഷർ ഫുള്ളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സോ അതിനെന്ത് ചെയ്യുന്നു, ഇവിടെ റൈറ്റ് സൈഡിൽ മാസ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നത് ഇവിടെ മാസ്കിൽ നമുക്കൊരു മാസ്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിവിടെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു മാസ്ക് ഈ ഒരു ടെക്സ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു മാസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഇവിടെ മാസ്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതിൻ്റെ ഫെദർ ഞാൻ കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഒരു 9 അല്ലെങ്കിൽ ഒരു 10 കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തതിന് ശേഷം ഞാനിവിടെ ടോപ്പിൽ വന്നിട്ട് മാസ്ക് സെറ്റിങ്സിൽ ഇവിടെ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മാത്രം ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫെദർ കുറച്ച് കൂട്ടാം. അതുപോലെ തന്നെ നമുക്ക് ഒരു മാസ്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതാണ്. സോ ഇതിലൊരു ചെറിയൊരു ആനിമേഷൻ പോലെ കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു ഇമേജ് ടോപ്പിലുള്ളൊരു ഇമേജ് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ അനിമേഷൻ ഉണ്ട്. അനിമേഷനിൽ വന്നിട്ട് ഇന്നിൽ വന്നിട്ട് ഫെയ്ഡിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്റ് കണ്ട ഹൈലൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നു. നമുക്ക് ഈ ഒരു ആനിമേഷൻ്റെ ഡ്യൂറേഷൻ നമുക്കൊന്ന് കുറച്ച് വെച്ചെടുക്കാം. കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്.
സോ ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ഹൈലൈറ്റ് എഫക്റ്റ് നമ്മുടെ CapCutൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് CapCutൽ ഒരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് എങ്ങനെ CapCutൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ 2 ഇമേജസ് CapCutലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഈ ഒരു CapCutൻ്റെ ലോഗോ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഗ്രിഡ് ഇമേജും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു CapCutൻ്റെ ഇമേജ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു CapCutൻ്റെ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ എഫക്ട്സ് പാനലിൽ വരുന്നു. ഇവിടെ പ്ലേ പെൻഡിൽ എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടെ നമുക്ക് പ്ലേ പെൻഡിൽ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റ് ഞാൻ ഈ ഒരു ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ലോഗോ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് സൈഡിലേക്ക് സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ട്വിസ്റ്റിൻ്റെ വാല്യൂ ഞാൻ ഫുൾ കുറച്ചിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ വാല്യൂ കുറച്ചിട്ട് കൊടുക്കുന്നു. കുറച്ചിട്ടതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമുക്കൊരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടിയിടാം, അതുപോലെ തന്നെ സ്പീഡ് നമുക്ക് കൂട്ടാം. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് സ്മൂത്തായിട്ടൊരു ഫ്ലോട്ടിംഗ് ആനിമേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്ട്രെങ്ത്തിൻ്റെ വാല്യൂസും അതുപോലെ തന്നെ സ്പീഡിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫ്ലോട്ടിംഗ് ആനിമേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ആനിമേഷൻ CapCutൽ ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോ ആൻഡ് ടെക്സ്റ്റ് എഫക്റ്റ് CapCutൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ക്ലിപ്സ് ടൈം ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഒരു ബീച്ചിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ ലെയറിൽ ഒരു ബ്ലാക്ക് ഇമേജും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു ടെക്സ്റ്റ് ലെയർ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് ഞാൻ മാറ്റിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ലെയർ നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലിപ്പിന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വീഡിയോ ലെയറാണ് മുകളിൽ നിൽക്കുന്നത്. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ലെയർ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ബേസിക്കിൽ ട്രാൻസ്ഫോം, അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ബ്ലെൻഡിങ് മോഡ് നമുക്കിവിടെ ഡിഫോൾട്ടാണ് കിടക്കുന്നത്. ഇത് മാറ്റിയിട്ട് ഞാൻ ഡാർക്കൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലെൻഡിങ് മോഡ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തപ്പോഴത്തേക്കും കണ്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റിനുള്ളിലൂടെ നമുക്ക് ആ വീഡിയോ പ്ലേ ആവുന്ന പോലൊരു എഫക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ആൻഡ് ടെക്സ്റ്റ് എഫക്റ്റ് CapCutൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എഫക്റ്റ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കി ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ സ്മൂത്ത് സൂം ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കി, അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീൻ റിമൂവൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കി, അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ഹൈലൈറ്റ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കി, അതിനുശേഷം ഫ്ലോട്ടിംഗ് എഫക്റ്റ് എങ്ങനെ CapCutൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കി, അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ ആൻഡ് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ CapCutൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുള്ളായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.